GLPS Payanadam School Radio. Hello dear friends, I am Krishna Kumar Mash. Welcome to Day 4 Come Let's Talk. Come Let's Talkന്റെ 4ാം ദിനത്തിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണേ. ഇന്ന് ഇംഗ്ലീഷിലെ മറ്റൊരു ഉപയോഗത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ്. എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. QUESTION. നമ്മളെന്താ പറയാറുള്ളത് സാധാരണ? ക്വസ്റ്റ്യൻ. അങ്ങനെയല്ല പറയേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ. ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ ഉണ്ടാക്കുക. The ability to frame good questions indicates your language capacity. നല്ല രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുവെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഭാഷാ പ്രാവീണ്യം ഉണ്ട് എന്നുള്ളതാണ്. കൂട്ടുകാരെ, നമ്മൾ കൊച്ചു കൂട്ടുകാരല്ലേ? നമുക്ക് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഉണ്ടാക്കി ആരംഭിക്കാം, അല്ലേ? നോക്കൂ, ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധാരണ ധാരാളം ചോദ്യവാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് WHAT എന്ന സ്പെല്ലിംഗ് ഉള്ള വാക്ക്. കൂട്ടുകാരെങ്ങനെയത് പറയാറുള്ളത്? WHAT, വാട്ട് എന്ന് പറയുമല്ലേ? അങ്ങനെയല്ല പറയേണ്ടത് കേട്ടോ. വാട്ട്, 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 വാട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ വാക്കുപയോഗിച്ച് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് പരിശീലിക്കാം. നിങ്ങളുടെ പേരെന്താണെന്ന് നിങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക കണ്ടുമുട്ടുന്ന ഒരാളോട്? വാട്ട് ഈസ് യുവർ നെയിം, അല്ലേ? വാട്ട് ഈസ് യുവർ നെയിം. പക്ഷേ എഴുതുന്നത് അങ്ങനെയാണെങ്കിലും വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് എഴുതുന്നെങ്കിലും പറയുന്നത് വാട്ട്സ് യോർ നെയിം, വാട്ട്സ് യോർ നെയിം, വാട്ട്സ് യോർ നെയിം. ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ. വാട്ട്സ് യോർ നെയിം. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറയാം? വെറുതെ പേര് പറയാം. മനോഹർ, രാമു, ഗീത എന്നങ്ങനെ വെറുതെ സിമ്പിളായിട്ട് പേര് പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയാം? മൈ നെയിം ഈസ് രാജു, മൈ നെയിം ഈസ് ഗീത. അങ്ങനെയും പറയാം. ഇനി വെറും പേര് മാത്രം പറഞ്ഞു എന്നതുകൊണ്ട് നമ്മൾ അത് തെറ്റാണെന്ന് വിചാരിക്കരുത്. സംസാരിക്കുമ്പോൾ അത്രമാത്രം മതി. ഓക്കെ, അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കൂ, എങ്ങനെയാണ് പേര് ചോദിക്കുന്നത് എന്നുള്ളതൊന്ന് പരിശീലിക്കൂ. വാട്ട്സ് യോർ നെയിം, വാട്ട്സ് യോർ നെയിം. ഓക്കെ, ഇനി അടുത്തിരിക്കുന്ന ഒരു സാധനത്തെ ചൂണ്ടിക്കാട്ടി ഇതെന്താണെന്ന് എങ്ങനെയാണ് ചോദിക്കുക? വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ദിസ്. അങ്ങനെയാണ് നമ്മൾ എഴുതുക. 3 വാക്കുകളുണ്ട്. വാട്ട് ഈസ് ദിസ്. പക്ഷേ പറയുമ്പോൾ വാട്ട്സ് ദിസ്, വാട്ട്സ് ദിസ്, വാട്ട്സ് ദിസ്. നോക്കൂ, വളരെ ചുരുക്കി നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ മറുപടി പറയും? ഇതൊരു പന്താണെന്ന് എങ്ങനെ പറയും? ദിസ് ഈസ് എ ബോൾ, ദിസ് ഈസ് എ ബോൾ, ദിസ് ഈസ് എ കാറ്റ്, ദിസ് ഈസ് എ പെൻ. ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, വെറുതെ അടുത്തിരിക്കുന്നത് തൊട്ട് ചോദിച്ചതാണെങ്കിൽ വെറുതെ അതിൻ്റെ പേര് പറഞ്ഞാലും മതി. വാട്ട്സ് ദിസ് എന്ന് അടുത്തിരിക്കുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ എ ബോൾ, എ പെൻ, എ പെൻസിൽ, അത്ര പറഞ്ഞാലും സ്പോക്കൺ ഇംഗ്ലീഷിൽ അത് ധാരാളമാണ്. ഓക്കെ, ഓക്കെ കൂട്ടുകാരെ, ഇനി ദൂരെ ഇരിക്കുന്ന ഒരു വസ്തു എന്താണെന്ന് എങ്ങനെയാണ് ചോദിക്കുക? വാട്ട് ഈസ് ദാറ്റ്, വാട്ട് ഈസ് ദാറ്റ്. അതിനെ ചുരുക്കി നമുക്ക് എങ്ങനെ പറയാം? വാട്ട്സ് ദാറ്റ്, വാട്ട്സ് ദാറ്റ്, വാട്ട്സ് ദാറ്റ്. അപ്പോൾ പറയാം ദാറ്റ്സ് എ ബോൾ, ദാറ്റ്സ് എ പെൻ, ദാറ്റ്സ് എ ടേബിൾ. ഓക്കെ, ഈ രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തേ. ഇപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങൾ ചോദിക്കാനാണ് പഠിച്ചത്. ഒന്ന്, പേര് ചോദിക്കുന്ന വിധം എങ്ങനെയാണ്? വാട്ട്സ് യോർ നെയിം, വാട്ട്സ് യോർ നെയിം. ഇതെന്താണ്? വാട്ട്സ് ദിസ്, വാട്ട്സ് ദിസ്. അതെന്താണ്? വാട്ട്സ് ദാറ്റ്, വാട്ട്സ് ദാറ്റ്. ഓക്കെ, എങ്കിൽ കൂട്ടുകാരൊന്ന് പരിശീലിക്കൂ. ദിവസവും പരിശീലിക്കണേ. നിങ്ങൾക്കറിയാവുന്ന ഭാഷ നന്നായി ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യമുണ്ടാകും. ഇംഗ്ലീഷ് നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന മിടുക്കരായി മാറട്ടെ എന്ന ആശംസയോടെ കം ലെറ്റ്സ് ടോക്കിൻ്റെ 4ാം ദിനം ഇവിടെ പൂർണ്ണമാകുന്നു.